ആ വാപ്പച്ചി പറ. എന്താ വാപ്പച്ചിക്ക്? ഡ്രൈവിംഗ് സ്കൂളുണ്ടോ? ആ വാപ്പച്ചിക്ക് ഡ്രൈവിംഗ് സ്കൂളുണ്ട്. എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിക്കോ? എനിക്ക് ആകെ എത്ര വയസ്സായി? എത്ര വയസ്സായി എനിക്ക്? 8 വയസ്സ്. 8 വയസ്സായി. എനിക്ക് 18 വയസ്സാകണം, എന്നാലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. 18 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുക. പക്ഷേ എനിക്ക് എന്ത് പറഞ്ഞുതരാം, ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ എന്താക്കി തരാം, പറഞ്ഞുതരാം. നമുക്ക് എന്താക്കി ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം. ഇത് പറഞ്ഞിട്ട് ഞാൻ എന്താക്കൂ മറ്റുള്ളവർക്കെല്ലാം അത് പഠിക്കാനുള്ള ഇതാവും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ ഞാൻ ഒരു 5 കാര്യങ്ങളോട് പറയും. ഇത് പഠിക്കാൻ പറ്റും നോക്കണേ. ഒരു വണ്ടി പഠിക്കാൻ, ഒരു വാഹനം ഓടിക്കണമെങ്കിൽ 5 കാര്യം അറിയണം. ഒന്ന് ഞാൻ പറയും ഓരോന്ന്. ഒന്ന് ഹാൻഡിൽ അറിയണം. ഹാൻഡിൽ എന്തിനുള്ള? വണ്ടി ശരിക്കാം നമുക്ക് എവിടത്തേക്കാ പോകേണ്ടത് അതെല്ലാം അറിയാൻ വേണ്ടി അത് ഹാൻഡിൽ. പിന്നെന്താ അറിയണം? ബ്രേക്ക്. വണ്ടി നിർത്താൻ. വണ്ടി നിർത്താൻ. പിന്നെ അറിയേണ്ട സാധനം എന്ന് വെച്ചാൽ എൻജിൻ എന്താ അറിയണം. എൻജിന് ചൂടായ കത്തിപ്പോവും. എൻജിൻ എന്താന്ന് അറിയണം. ഓക്കെ. പിന്നെ അറിയേണ്ടത് ഗിയറാണ്. പിന്നെ ക്ലച്ച്. ഇത് പറയാൻ പറ്റുമോ? കാണാണ്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഒന്ന് പറ. ഹാൻഡിൽ, ബ്രേക്ക്, എൻജിന്, ഗിയർ, ക്ലച്ച്. ക്ലച്ച്. ഇത്രയും സാധനം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്താവും, നമുക്ക് കൃത്യമായിട്ട് വണ്ടി പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി എന്താക്കണം എന്ന് പറയുന്നത്, ഇനി പോയിട്ട് നോട്ട് ബുക്കിൽ ഇതെല്ലാം കൃത്യമായി എഴുതി വെക്കണം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ ഹാൻഡിൽ, ബ്രേക്ക്, എൻജിന്, ഗിയർ, ക്ലച്ച്. അപ്പോൾ എനിക്ക് ഷോർട്ട് വാക്ക് പറഞ്ഞിട്ടെ. ആദ്യത്തെ രണ്ടും ഒരു ഗ്രൂപ്പ് ആക്കുക. അതായത് ഹാൻഡിലും ബ്രേക്കും ഒന്ന്. ഓക്കെ. മറ്റേത് 3 ഇല്ലേ, എൻജിനും ഗിയറും ക്ലച്ചും ഇല്ലേ, അതൊന്ന്. അതിന് നമ്മളെന്താ ഷോർട്ടായിട്ട് പറയുന്നത് അറിയോ? EGC എന്ന് പറ. E എന്ന് വെച്ചാൽ എൻജിന്, G എന്ന് വെച്ചാൽ ഗിയർ, C എന്ന് വെച്ചാൽ ക്ലച്ച്. ഓക്കെ, എളുപ്പമല്ലേ മനസ്സിലാക്കുക? ഓക്കെ, ഇത്രയും കാര്യം പഠിച്ചാൽ നമുക്ക് എന്താ, ഇത്രയും കാര്യം അറിയണം ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ. ഓക്കെ അല്ലേ? നമുക്ക് എന്താക്കാന്നറിയോ? നമുക്കൊന്ന് സൈക്കിളിൻ്റെ ഹാൻഡിൽ അങ്ങനെ പോകും നോക്കാം. ഓക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഹാൻഡിലല്ലേ, ഈ ഹാൻഡിൽ വെച്ചാൽ നമ്മൾ എന്താക്കുക, ടയർ തിരിക്കുക. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിക്കാം. നമുക്കില്ലേ ഇങ്ങോട്ട് വേണം. അങ്ങോട്ടെല്ലാം പോയി എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിലോ? അല്ലല്ല, അങ്ങോട്ട് പോകണമെങ്കിൽ ഓക്കെ, അങ്ങനെ ആക്കുക കേട്ടോ. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ചാൽ അങ്ങനെ ആക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നേരെ നോക്കിയേ, നേരെ അങ്ങോട്ട് പോവാം, മുന്നോട്ട് പോവാം. ഓക്കെ. ഇനി ബാക്കോട്ടോ? ഇങ്ങനെ തന്നെ ബാക്കോട്ടും വരാം. ഓക്കെ. മുന്നോട്ടും പോവാ, ബാക്കോട്ടും പോവാം. ഇനി ഇത് നമ്മളിപ്പോൾ വണ്ടീൻ്റെ വീല് നമ്മൾ ചരിച്ചിന് വിചാരിച്ചോ. അപ്പോൾ എന്താ ഉണ്ടാകുക? അങ്ങോട്ട് പോകും. അല്ലല്ല, നമ്മളിപ്പോൾ കുറച്ച് ചരിച്ചത് വൃത്തം ഉണ്ടാകുക. ഒരു ചെറിയൊരു വട്ടം ഉണ്ട്. വട്ടം മനസ്സിലാക്കിയോ? വൃത്തം. റൗണ്ട്. ഓക്കെ. ഇങ്ങനെ റൗണ്ട് വരും. അപ്പോൾ എന്തെല്ലാം കിട്ടും? നേരെയും പോവും, പിന്നെ വട്ടവും കിട്ടും അല്ലേ? ചരിച്ചാൽ വട്ടമല്ലേ കിട്ടുക. നേരെ പോവുകയാണെങ്കിൽ നേരെ പോകും അല്ലേ? അപ്പോൾ ഇനി അവിടെ പോയിട്ട് തിരിച്ചു വരാൻ എന്തൊക്കെ ചെയ്യണോ? നേരെയും പിടിക്കണോ, ഒരു വട്ടം എടുക്കണോ? ഓക്കെ. എന്നാ ഇനി ഇത് പോയിട്ട് പോ, നേരെ സ്ട്രൈറ്റ് പോ. ഞാൻ വിളിക്കാം. ഇനി വട്ടോ ആദ്യം ഒരു വീല് ചരിച്ചോ. നമുക്ക് വേണ്ട രീതിയിൽ ചരിച്ച് കഴിഞ്ഞാൽ എന്താക്കുക, പിന്നെ നേരെയാക്കുക. ഓക്കെ, വെരി ഗുഡ്. മനസ്സിലായോ? ഹാൻഡിൽ ആവശ്യം മനസ്സിലായോ? ഇത് തന്നെയാണ് കാറിൽ സ്റ്റിയറിങ്. കാറിൽ എന്തായിക്കൂ, 2 വീലുണ്ടാവും കേട്ടോ. ഇതിലൊരു വീലല്ലേ ഉള്ളൂ. ഇത് മുമ്പിലും ബാക്കിലും ഓരോ വീലല്ലേ. മറ്റേ കാറിന് 2 സൈഡിൽ മുമ്പ് തന്നെ 2 വീലുണ്ടാവും, അപ്പുറം. അപ്പോൾ 2 ടയറും നമ്മൾ ബാലൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? ഹാൻഡിൽ ആവശ്യം മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്താക്കുക, നേരെ പോവുക, ഒരു വൃത്തം ഉണ്ടാക്കി തിരിച്ച് വരിക കേട്ടോ. നമുക്ക് എവിടെയാണ് ഇതന്നെയാ കാറിലുണ്ടാകുക കേട്ടോ. അതിന് കാറിലെന്താ പറയാ? അന്യോ കാറിലെന്താ അതിന് പറയാ? ഹാൻഡിലിനെ സ്റ്റിയറിങ്. ഓക്കെ, വെരി ഗുഡ്. ഓടിച്ചോ. ഒരു റൗണ്ട് വൃത്തം. സൂപ്പർ. ഓക്കെ. നോക്കിയാ ആണ്ടോ, ഒരു വൃത്തം ഉണ്ടാക്കി നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ കാറിൽ ഇങ്ങനെ തന്നെയാ സെയിമാ ചെയ്യാം.
2 വീൽ ഉണ്ടാവും കാറിൽ മുമ്പിൽ കേട്ടോ. അന്യോ ഇത് 2 വീലർ, മറ്റേ 4 വീലർ അല്ലേ? 4 വീൽ ഉണ്ടാവില്ലല്ലേ? ഓക്കെ. അപ്പോൾ അന്യോ, അപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ? നേരെ പിടിച്ചാൽ നേരെ, തിരിച്ചു പിടിച്ചാൽ വൃത്തോ, റൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റൗണ്ട് ചെയ്യാം? മുന്നോട്ട് റൗണ്ട് ചെയ്യാം, ബാക്കോട്ട് റൗണ്ട് ചെയ്യാം. റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കോട്ട് റൗണ്ട് ചെയ്യാം. റിവേഴ്സ് ഗിയറില്ല, ബാക്കോട്ട് റൗണ്ട് ചെയ്യാം. മുന്നോട്ട് നേരെ പോവാം, ബാക്കോട്ട് നേരെ വരാം. മനസ്സിലായോ? അപ്പോൾ ഇതാ ഈ ഹാൻഡിലാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഫ്രണ്ട് വീലാണ്, ഈ ഫ്രണ്ടിലെ ടയറല്ലേ, ഈ ടയറാണ് എന്താക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നത് കേട്ടോ. നമുക്കപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങ് പോകണമെങ്കിലോ? പക്ഷെ ഇവിടെ വെള്ളമല്ലേ, ഈ വെള്ളത്തിലായി പോവുക. അപ്പോൾ എന്താക്കണ്ട, വെള്ളത്തിൽ പോകണ്ട. നല്ല പോക്കാ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതാ, മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? നേരത്തെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? 4 വീലർ അല്ലല്ല, ആദ്യം നമ്മൾ പിന്നെ ഹാൻഡിൽ പറഞ്ഞു, പിന്നെ ബ്രേക്ക് ഓർമ്മ ഉണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞേ? അപ്പോൾ ബ്രേക്ക്, വണ്ടിൻ്റെ ബ്രേക്ക് ഏതാ? എന്തിനാ ബ്രേക്ക് ഉപയോഗിക്കുന്നത്? വണ്ടി സ്പീഡിൽ പോയാ വണ്ടി വരുന്നതിനെല്ലാം നിർത്താൻ. വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കിയ, ഇത് ഫ്രണ്ട് ബ്രേക്കും ഇത് ബാക്കിലെ ബ്രേക്കും ഇതിനെ പിടിക്കട്ടോ. അപ്പോൾ ബ്രേക്ക് എന്തിനുള്ളതാണ്? വണ്ടി വരുമ്പോ സ്ലോ ആക്കേനു നിർത്തേനു അല്ലേ? അപ്പോൾ ഹാൻഡിലും ബ്രേക്കും എനിക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം നമ്മളെ വീഡിയോസ് എല്ലാം തുടർന്ന് എല്ലാ വീഡിയോകളും അടിപൊളിയായിട്ട് വരും അല്ലേ? ഓക്കെ. മുന്നോട്ട് ക്യാമറയിൽ നോക്കിയോ. അപ്പോൾ ഞങ്ങളെ ചാനൽ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിലേക്ക് എത്തിക്കുക. മുഴുവൻ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. 100% ഉറപ്പ്. മാക്സിമം ആളിലേക്ക് എത്തിക്കുക. ഓക്കെ. ഒരു ലൈക്ക് ഇതായി പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ്. ഓക്കെ.